ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കേരള പാഠാവലി അർദ്ധവാർഷിക മൂല്യനിർണ്ണയത്തിലെ 8ാം ക്ലാസ്സിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണാം. ഇനി എന്തൊക്കെയാണ് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ജീവചരിത്ര കുറിപ്പാണ്. വള്ളത്തോൾ നാരായണ മേനോൻ്റേതാണ്. മലയാളത്തിലെ മഹാകവിയും കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനുമാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ആധുനിക മലയാള കവിത്രയത്തിൽ കാവ്യശൈലിയിലെ ശബ്ദ സൗന്ദര്യം കൊണ്ടും സർഗാത്മകത കൊണ്ടും അനുഗ്രഹീതനായ മഹാകവിയായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ. മഹാത്മാജിയുടെ ആദർശങ്ങളിൽ അടിയുറച്ചു വിശ്വസിക്കുകയും ഗാന്ധിജിയെ ഗുരുനാഥനായി സ്വീകരിക്കുകയും ചെയ്ത മഹാനായിരുന്നു മഹാകവി വള്ളത്തോൾ. വിവർത്തനം കൊണ്ട് കേരള വാൽമീകി എന്നും കഥകളിയുടെ സമുദ്ധാരകൻ എന്ന നിലയിൽ കേരള ടാഗോർ എന്നും വള്ളത്തോൾ വിളിക്കപ്പെട്ടു. 1878 ഒക്ടോബർ 16 മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ജനിച്ചു. സംസ്കൃത പഠനത്തിനു ശേഷം കൈക്കുളങ്ങര രാമവാര്യരിൽ നിന്ന് തർക്കശാസ്ത്രം പഠിച്ചു. 1980 ഒരു രോഗബാധയെ തുടർന്ന് ബധിരനായി. ഇതേ തുടർന്നാണ് ബധിരവിലാപം എന്ന കവിത അദ്ദേഹം രചിച്ചത്. എൻ്റെ ഗുരുനാഥൻ, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ഇന്ത്യയുടെ കരച്ചിൽ, ഗണപതി, കൊച്ചുതീത, അച്ഛനും മകളും, കാവ്യാമൃതം, ചിത്രയോഗം തുടങ്ങിയവ പ്രധാന കൃതികളാണ്. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, കവിതിലകൻ തുടങ്ങിയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. 1958 മാർച്ച് 13 79-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് യൂസഫ് അലി കേച്ചേരിയെ കുറിച്ചിട്ടാണ്. മലയാള കവി, ഗാനരചയിതാവ്, ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ് എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ പ്രതിഭയാണ് യൂസഫ് അലി കേച്ചേരി. ആധുനിക യുഗത്തിലെ മലയാള കവികളെ പ്രമുഖനായ യൂസഫ് അലി കേച്ചേരി 1934 മെയ് 16 തൃശൂർ ജില്ലയിലെ കേച്ചേരി എന്ന സ്ഥലത്ത് ജനിച്ചു. 1954 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ബാലഭക്തിയിലാണ് യൂസഫ് അലിയുടെ ആദ്യ കവിത പ്രസിദ്ധീകരിച്ചത്. വള്ളത്തോൾ പുരസ്കാരം, ബാലാമണിയമ്മ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ് തുടങ്ങിയവ രചിച്ചിട്ടുണ്ട്. വയലാറിനും ONVക്കും ശേഷം മികച്ച ഗാനരചനയ്ക്കുള്ള ദേശീയ പുരസ്കാരം കേരളത്തിന് സമ്മാനിച്ചത് യൂസഫ് അലി കേച്ചേരിയാണ്. 2015 മാർച്ച് 11 അന്തരിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് പ്രധാനപ്പെട്ട ജീവചരിത്ര കുറിപ്പുകളാണ്, നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് മൂന്നാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെയും ഗാന്ധിജിയുടെയും ആശയങ്ങളുടെ ഇന്നത്തെ പ്രസക്തി എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കുന്നവയാണ്. ജാതിമത ഭേദങ്ങൾക്ക് അപ്പുറം മനുഷ്യനെ ഒന്നായി കണ്ട് അദ്ദേഹം ഓരോരുത്തരും സ്വന്തം സുഖത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കൂടി നന്മ കൈവരിക്കുന്നതായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഒരേപോലെ സ്നേഹിച്ച അദ്ദേഹം ലോക നന്മയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ലളിത ജീവിതം നയിച്ചു. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രവാചകനായി അദ്ദേഹം മാറി. സ്വന്തം ജീവിതത്തിലൂടെ ഗാന്ധിജി പകർന്ന ആദർശങ്ങൾ എന്നും പ്രസക്തമായവയാണ്. ആഡംബരത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ധൂർത്തിൻ്റെയും പിടിയിൽപ്പെട്ട ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പാഠപുസ്തകം തന്നെയാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും. സ്വാർത്ഥതയും അത്യാഗ്രഹവും ദുഷിച്ച ചിന്തകളും കൂടി നിൽക്കുന്ന മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കാൻ ഗാന്ധിജിയുടെ ആദർശങ്ങൾക്ക് ശക്തിയുണ്ട്. ലളിതമായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും മറ്റുള്ളവരെ സഹായിക്കേണ്ട പ്രാധാന്യവും നാം മനസ്സിലാക്കണം. അങ്ങനെ നല്ലൊരു തലമുറയായി വളർന്നു വരാനും നമ്മുടെ സമൂഹത്തെ ഉയരങ്ങളിൽ എത്തിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഉപന്യാസം തയ്യാറാക്കേണ്ടത്. എന്താണ് തന്നിട്ടുള്ള വിഷയം, അതിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതണം. നാലാമത്തെ ചോദ്യം, ഉമ്മ വിളമ്പിയ ചോറിനു മുമ്പിൽ ഞാൻ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു. നീറുമെന്നുള്ളം കുറുകി പഴയരി ചോറെനിക്കുണ്ടല്ലോ വേണ്ടുവോളം. വേദം എന്നതിലെ കുറച്ച് വരികളാണ്. കുട്ടിയുടെ വ്യത്യസ്ത മനോഭാവമാണല്ലോ വരികളിൽ തെളിയുന്നത്. താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വൈദേശികാധിപത്യവും യുദ്ധക്കെടുതികളും കേരളത്തിലെ മിക്ക ഗ്രാമങ്ങളെയും പട്ടിണിയിലാഴ്ത്തിയ ഒരു കാലമുണ്ടായിരുന്നു. ഉമ്മ വിളമ്പിയ ചോറിനു മുമ്പിൽ മുഖം കറുപ്പിച്ചിരിക്കുകയാണ് കുട്ടി. ഉപ്പേരിയും കറിയും മീൻ ഒന്നുമില്ല. ചെറിയ വട്ടത്തിലുള്ള ഒരു പപ്പടമുണ്ട്. ചോറ് വിളമ്പിയ പാത്രത്തിൽ ചുവന്നുള്ളി കൊണ്ടുള്ള കുറച്ച് ചമ്മന്തി മാത്രമേ കറിയായിട്ടുള്ളൂ. കുട്ടിക്ക് വല്ലാതെ ദേഷ്യം വന്നു. അതുകൊണ്ടാണ് കുട്ടി ചോറിനു മുമ്പിൽ മുഖം കറുപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ വരികളിൽ പറയുന്നത്. പട്ടിണി പാവങ്ങൾക്ക് കഞ്ഞി തയ്യാറാക്കുന്ന തിരക്കിലായതുകൊണ്ട് മീൻ കറി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് ഉമ്മ പറയുമ്പോഴാണ് കുട്ടിക്ക് കഞ്ഞിക്ക് വേണ്ടി ഇരക്കുന്നവരുടെ അവസ്ഥ മനസ്സിലായതും തനിക്കുള്ള ചോറ് വേണ്ടുവോളം ഉണ്ടല്ലോ അവന് സങ്കടത്തോടെയുള്ള സന്തോഷമാവുകയും ചെയ്തു. ഭക്ഷണത്തിന്റെ വില വേണ്ടുവോളം മനസ്സിലാക്കിയാൽ നമുക്ക് ഒരിക്കലും അതിലേക്ക് കൂട്ടാനില്ലാത്ത അല്ലെങ്കിൽ തനിക്കിഷ്ടപ്പെട്ട വിഭവമില്ലാത്ത സങ്കടം ഇല്ലാതെയായി മാറും. ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യം, വ്യത്യസ്ത ജാതിമതങ്ങളിൽപ്പെട്ടവർ വേർതിരിവില്ലാതെ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യുന്ന സമത്വം നിറഞ്ഞ ഒരു കാലഘട്ടം. ഏത് കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ വാക്യങ്ങളിൽ തെളിയുന്നത്? വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ്.
വ്യത്യസ്ത ജാതിമതങ്ങളിൽപ്പെട്ടവർ വേർതിരിവില്ലാതെ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യുന്ന സമത്വം നിറഞ്ഞ ഒരു കാലഘട്ടം നമുക്ക് വഴിയാത്ര എന്ന പാഠഭാഗത്തിൽ കാണാം. സമുദ്രം ചെട്ടിയാരും ജോൾസിനും പെരിങ്ങനാട് നമ്പ്യാത്തിയും മൈദീൻ പിച്ചയുമെല്ലാം ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സാമൂഹിക അന്തരീക്ഷം എത്രത്തോളം മഹത്തരമാണെന്ന് ഇന്നത്തെ കാലവുമായി സാദൃശ്യപ്പെടുത്തുമ്പോൾ മനസ്സിലാവുന്നു. മാത്രമല്ല, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ മറച്ചുവെക്കാതെ എല്ലാവരും പകർന്നു കൊടുക്കുന്ന കാഴ്ച പണം കൊണ്ട് അറിവ് വാങ്ങേണ്ടി വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു അത്ഭുതമാണ്. തനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റാർക്കും കിട്ടരുതെന്ന് കരുതി ഒളിപ്പിച്ചു വെക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പഴയതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി 6ാമത്തെ ചോദ്യം, ചുറ്റുമുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി കാണുന്ന ഉമ്മയുടെ മനോഭാവമാണ് വേദം എന്ന പാഠഭാഗത്ത് കാണാൻ കഴിയുന്നത്. വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ചുറ്റുമുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കാണുന്ന അമ്മയുടെ മനോഭാവമാണ് വേദം എന്ന പാഠഭാഗത്ത് തെളിയുന്നത്. ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു നൽകുന്നതാണ് വേദങ്ങൾ. ഉമ്മയുടെ വേദം വിശപ്പാണ്. വിശപ്പ് എന്ന വേഗത്തിൽ അറിഞ്ഞാൽ മറ്റെല്ലാം നമുക്ക് അറിയാൻ കഴിയും എന്ന് ഉമ്മ പറയുന്നു. വിശക്കുന്നവന് ആഹാരം നൽകുന്നതിനും വലിയ പുണ്യം വേറെയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഉമ്മ വിശക്കുന്ന വയറിനായി അന്നം തേടി അലയുന്നവരിൽ നമുക്ക് പടച്ചവനെ കാണാൻ കഴിയും എന്ന് മകനോട് പറയുന്നു. ചുറ്റുമുള്ളവരുടെ കഷ്ടപ്പാടുകളും വേദനകളും കാണുന്നവർക്ക് മാത്രമേ ദൈവത്തെ അറിയാൻ കഴിയൂ എന്ന മഹത്തായ പാഠമാണ് അവർ പഠിപ്പിക്കുന്നത്. ഏത് മഹത് ഗ്രന്ഥത്തിൽ നിന്നുള്ള അറിവിനേക്കാളും വലുതാണ് ആ പാഠം. ഓക്കെ, ഇനി അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. ഗൃഹനായകന്മാർ മിക്ക ദിവസങ്ങളിലും ഒഴിഞ്ഞ വയറുകളോട് കൂടിയാണ് ഉറക്കത്തിലേക്ക് ചായുക. വ്യക്തമാക്കാനാണ് പറയുന്നത്. വഴിയാത്രക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അന്തസ്സായി കാണുന്നവരാണ് പണ്ടുകാലത്തെ ഗൃഹസ്ഥന്മാർ. വയറു നിറച്ചു പോകുന്നവർ വർത്തമാന പത്രങ്ങൾ പോലെ ഈ ഭക്ഷണ പെരുമ നാടുനീളെ പറഞ്ഞു നടക്കുമ്പോൾ ഭക്ഷണം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഗൃഹസ്ഥന്മാർ ശ്രമിച്ചുകൊണ്ടിരുന്നു. 3 ഇടങ്ങഴി അരിയുടെ ചോറ് വേണ്ടെടുത്ത് 15 ഇടങ്ങഴിയുടെ അരിയിട്ട് ചോറ് വിളമ്പുമ്പോഴും വരുന്നവരെ സംതൃപ്തിപ്പെടുത്തുന്ന തിരക്കിൽ ഗൃഹനായികമാർ മിക്ക ദിവസങ്ങളിലും പട്ടിണിയായിരുന്നു. വീട്ടിലുള്ള സ്ത്രീകൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് അന്വേഷിക്കാൻ പോലും ശ്രമിക്കാതെ അന്യരെ സൽക്കരിക്കുമ്പോൾ ഒഴിഞ്ഞ വയറുമായി ഉറക്കത്തിലേക്ക് പോകുന്നവരുടെ വിശപ്പ് തിരിച്ചറിയാൻ 3 നേരവും വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് ദുരഭിമാനം പേര് നടക്കുന്ന ഗൃഹനായികക്ക് കഴിയുന്നില്ല. ഈ ഒരു യാഥാർത്ഥ്യം ലേഖകൻ വ്യക്തമാക്കുമ്പോൾ ആ കാലത്തെ സ്ത്രീകളുടെ അവസ്ഥ കൂടിയാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. സ്വന്തം വേരുകളെ കുറിച്ചുള്ള നേരായ അറിവുകളാണ് കഥാനായകന്റെ ശക്തി. ഭൂമിയുടെ സ്വപ്നം എന്ന പാഠഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രസ്താവന വിലയിരുത്തി എഴുതാനാണ് പറയുന്നത്. ഒരു ചെടിയുടെ വളർച്ചയിലും നിലനിൽപ്പിലും വേരുകൾ നിർവഹിക്കുന്ന ധർമ്മമാണ് കഥാനായകന്റെ വളർച്ചയിൽ നാടും വീടുമാകുന്ന വേരുകൾ നിർവഹിക്കുന്നത്. തകർന്ന കുടുംബാന്തരീക്ഷത്തിലും ആത്മധൈര്യം കൈവിടാതെ പരാജിതയായി പോയ ഉണ്ണിയെ ചേർത്ത് പിടിച്ചവളാണ് അമ്മ. അമ്മ ഭൂമിയാണ്. ആ ഭൂമിയിൽ വേരുകൾ പടർത്തിയാണ് ഉണ്ണി ഉയരങ്ങൾ കീഴടക്കിയത്. ആ വേരുകൾ അവന്റെ വളർച്ചയിൽ തുണയായി നിന്നു. ഗ്രാമം വിട്ടുപോകുമ്പോൾ ഉണ്ണി ആ വേരുകൾ അറുത്തുമാറ്റുന്നില്ല. അമ്മയും നാടും സംസ്കാരവും പാരമ്പര്യവും എല്ലാമാണ് തന്റെ വേരുകളെന്ന് അവനറിയാം. അതിന്റെ ശക്തിയിലാണ് വിജ്ഞാനത്തിന്റെ ആകാശങ്ങൾ തേടി അവൻ പറന്നുയർന്നത്. ഇനി അടുത്തൊരു ചോദ്യം. 2018 പ്രളയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രകാശം പരത്തുന്ന മനുഷ്യർ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഉപന്യാസം തയ്യാറാക്കാൻ പറഞ്ഞ വിഷയം അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ ആ വിഷയം തന്നെ ഹെഡിങ് ആയിട്ട് തലക്കെട്ടായിട്ട് എഴുതാം. പ്രകാശം പരത്തുന്ന മനുഷ്യ ജീവിതങ്ങൾ. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങൾ എഴുതാൻ പറ്റും? ദുരന്തങ്ങൾക്കും അപകടങ്ങൾക്കും വേർതിരിവുകൾ ഇല്ല. എല്ലാ മനുഷ്യരെയും അത് ഒരുപോലെയാണ് ബാധിക്കുക. ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ, സ്ത്രീയെന്നോ പുരുഷനെന്നോ വേർതിരിച്ചു കാണാതെ, പണക്കാരനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്നവ. പ്രളയം നമുക്ക് നൽകിയ ഏറ്റവും വലിയ പാഠവും അതുതന്നെയാണ്. നാം നമ്മുടേതെന്ന് അഹങ്കരിക്കുന്ന പലതും നിമിഷ നേരം കൊണ്ട് പ്രളയം കവർന്നു കൊണ്ടുപോകുന്നത് അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ. എങ്കിലും പ്രളയം നമുക്ക് അതിജീവനത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും പാഠങ്ങൾ കൂടി പകർന്നു നൽകുകയുണ്ടായി. അതുവരെയും ശത്രുക്കളായി കരുതിയിരുന്നവരും നിസ്സാരരായി സമൂഹം വിലയിരുത്തിയിരുന്നവരുടെയും സേവനം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ദുരിതത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങായി വേർതിരിവുകൾ മറന്ന് എല്ലാവരും സേവന സന്നദ്ധരായി. ഒരുപാട് ജീവനുകൾ രക്ഷിക്കാനും എല്ലാം വേണ്ടപ്പെട്ടവർക്ക് സഹായം എത്തിക്കാനും നമുക്ക് കഴിഞ്ഞു. ഒരുമയോടെ കൂട്ടായ പരിശ്രമത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ശക്തി നമുക്കുണ്ടെന്ന് പ്രളയം തെളിയിച്ചു. ദുരന്ത സമയങ്ങളിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല ഈ ഐക്യം എന്ന ഒരു ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഇത്. മത്സ്യത്തൊഴിലാളികളുടെ സേവനം പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല. സമൂഹം പുച്ഛത്തോടെ കണ്ടിരുന്ന ആ വിഭാഗം അന്നു മുതൽ നമ്മൾ ആദരിക്കാനും ബഹുമാനിക്കാനും തുടങ്ങി. ഓക്കെ, ഇനി അടുത്ത അവസാനത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഭൂമിയുടെ സ്വപ്നം എന്ന നോവലിലെ അമ്മ എന്ന കഥാപാത്രത്തിന്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക.
ഹർഷവർദ്ധന്റെ ജീവിത ദർശനത്തിന് അടിത്തറ പാകിയത് അമ്മയാണ്. ഭർത്താവിന്റെ വേർപാട് തളരാതെ ഹർഷൻ എന്ന ഉണ്ണിയെ ഈ മണ്ണിന്റെ മകനും ദിശനാശാലിയായ ഒരു ശാസ്ത്രജ്ഞനുമായി രൂപപ്പെടുത്തിയത് ഈ അമ്മയുടെ ജീവിതവും ദർശനവുമാണ്. കാലത്തിന്റെ ഇരുണ്ട വഴികളിൽ ഒറ്റപ്പെട്ട അമ്മ ആരുടെയും സഹായത്തിന് കാക്കാതെ സ്വയം കരുത്താർജിച്ചു. കൗമാരത്തിൽ കൗതുകത്തിനായി പഠിച്ച നൃത്തവും സംഗീതവും അമ്മ ജീവിതമാർഗത്തിനായി തിരഞ്ഞെടുത്തത് തളരാത്ത മനസ്സോടെ വിധിയെ വെല്ലുവിളിച്ചു. ഉണ്ണിക്ക് അമ്മ വാത്സല്യത്തിന്റെ അദൃശ്യ ശക്തിയായിരുന്നു. ഉണ്ണി ഇന്ത്യയിലെ ഏറ്റവും മികച്ച കേന്ദ്രത്തിൽ പഠിച്ചുയരണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. ഉണ്ണി അരികിൽ വേണം എന്ന സ്വാർത്ഥത അമ്മക്ക് ഉണ്ടായിരുന്നില്ല. രാജ്യമാതാവിന്റെ അഭിമാനമായും മകന്റെ വ്യക്തിത്വം വികസിപ്പിക്കണമെന്നാണ് അമ്മ ആഗ്രഹിച്ചത്. തന്നിൽ പിറന്ന മകൻ തന്റേത് മാത്രമല്ലെന്ന് തിരിച്ചറിവ് ആ അമ്മയെ ദേവിയാക്കുന്നു. വൈവിധ്യത്തിന്റെ വെള്ളവസ്ത്രം അണിഞ്ഞ് സ്വയം ഒരുക്കിത്തീരുന്ന സ്ത്രീകൾക്ക് ഉണ്ണിയുടെ അപരാജിതയായ അമ്മ ഒരു മാതൃക തന്നെയാണ്. അമ്മയുടെ സ്നേഹം മാത്രമല്ല, വ്യക്തിത്വവും ഒരു മകന്റെ പുരുഷ പ്രകൃതിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ഈ നോവൽ ഭാഗം നമുക്ക് വായിച്ചെടുക്കാവുന്നതേയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കൂട്ടുകാരെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഏകദേശം ഇതേയൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. അതുപോലെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.